അതിരടിയിലേക്കുള്ള എൻട്രി അതെങ്ങനെയായിരുന്നു? എന്നെ ഈ പടത്തിലോട്ട് വിളിക്കുന്നത് സമീർ തായറാണ്. എനിക്ക് എൻ്റെ ഫസ്റ്റ് പടമാണ്. കഥ വായിച്ചപ്പോഴും അങ്ങനെ തന്നെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. എനിക്കും കുറേ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഏരിയയും സാധനങ്ങളൊക്കെ ഉണ്ട്. കാറിന്റെ ഒരു സീനില്ലേ, കാറിലെ ഫൈറ്റ് നമ്മൾ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തത്. അത് ഇതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഇതേപോലെ അകത്ത് ചെറിയൊരു ക്യാമറ വെച്ചിട്ട് കോമ്പാക്ട് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. ഇടിയൊക്കെ നല്ല ഫണ്ണായിരുന്നു. ഈ ക്രൗഡ് ഷൂട്ടിംഗ് അതെങ്ങനെയാ പരിപാടി? നമ്മൾ ബ്ലോക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. ക്രൗഡ് ക്ലൈമാക്സിൽ ഇപ്പം നൈറ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ നൈറ്റിൽ 2000 പേരുണ്ടായിരുന്നു. 2000 പേര് വരുമ്പോൾ നമ്മൾ വൈഡുകളാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ക്രൗഡ് നമ്മൾ കുറയ്ക്കും. 2000 കുറച്ച് അതെ കുറച്ച് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ഒക്കെ ആയിട്ടാണ് എടുത്തത്. ശരിക്കും കോൺടാക്ട്സിൽ ബിൽഡ് ചെയ്ത ഒരു കരിയർ ആണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കോൺടാക്ട്സിൽ ബിൽഡ് ചെയ്താണ്. എത്ര രൂപ കിട്ടി ഫസ്റ്റ് പേയ്മെന്റ്? പടം കണ്ട് അപ്പയും അമ്മയും പറഞ്ഞ ഇതാണല്ലേ അപ്പൊ നിന്റെ പരിപാടി. മനസ്സിലായിരുന്നു. രാവണൻ ഇടിക്കുന്ന ഒരു സംഭവം. തല കറങ്ങി വരുന്ന അതൊരു ഷോട്ട് ഇതേപോലെ ഡെഡ് പൂൾ എന്ന് പറഞ്ഞൊരു പടത്തിൽ അങ്ങനെ ഹൗ ഡിഫിക്കൽട്ട് ഇസ് യുവർ ജോബ് എന്ന് ചോദിച്ചാൽ ഭയങ്കര എൻഡ്യൂറൻസ് ആണ്. ഇത്രയും ദിവസം എന്ന് പണിയെടുക്കാനുള്ള ഒരു സാധനം വേണം. പിന്നെ നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കണം മെയിനായിട്ട്. കാരണം നമ്മുടെ ഡിലേ കാരണം മറ്റുള്ളവർക്ക് അല്ലെ പ്രൊഡക്ഷന് പ്രോബ്ലം ഉണ്ടാവരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ. ഇങ്ങനെ ഓക്കെ എന്ന് തോന്നിയൊരു കോംപ്ലിമെന്റ് ഉണ്ടോ? അതുകൊണ്ട് ഇത് കോക്കിന്റെ റിവ്യൂല് എടുത്തു പറയുന്നത് സാമുവൽ ഹെൻറി ഇതിന്റെ DOP പേരൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഓ അടിപൊളി കൊള്ളാം. ഓക്കേ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന മൂവി, ഇപ്പൊ ഹിറ്റായ മൂവി അതിരടി മൂവിയുടെ സിനിമാറ്റോഗ്രാഫർ സാമുവൽ ഹെൻറിയാണ് ഇപ്പൊ എന്റെ കൂടെ. വെൽക്കം ടു ക്ലബ് FM. സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല റെസ്പോൺസ് ആണ് വരുന്നത്. അതിന്റെ ഒരു സന്തോഷമുണ്ടോ? ഉറപ്പായിട്ടും നല്ല സന്തോഷമുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോ സാമുവൽ ഹെൻറിയുടെ അതിരടിയിലേക്കുള്ള എൻട്രി അതെങ്ങനെയായിരുന്നു? എന്നെ പടത്തിലോട്ട് വിളിക്കുന്നത് സമീർ തായറാണ്. സമീർക്ക് ഒരു ദിവസം ഇതേപോലെ വിളിച്ചു, പടം ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ ഉറപ്പായിട്ടും. അപ്പോൾ അന്ന് തന്നെ പോയി കണ്ടു പുള്ളീനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂപ്പർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഡയറക്ടറെ ഒന്ന് മീറ്റ് ചെയ്യും, സംസാരിക്കും. അങ്ങനെ 2 ദിവസത്തിൽ തന്നെ ഞാൻ ഡയറക്ടറെ കണ്ടു, കഥയൊക്കെ കേട്ടു. നമ്മൾ ഇതായി. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ചെയ്യുന്നത് നമ്മളിത് പിടിക്കുവാണ്, അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് പടമാണ്. പിന്നെ ഞാൻ ഫുള്ളി എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എന്താണ് സാധനം, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ആ കഥ വായിച്ചപ്പോഴും അങ്ങനെ തന്നെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. എനിക്കും കുറേ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഏരിയയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം കഥ വായിച്ചപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഐഡിയ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? കഥ വായിച്ചപ്പോൾ ഭയങ്കര ടൂ മച്ച് ആയിരുന്നു. കുറേ ഉണ്ടല്ലോ സാധനം. ഇത് എന്താ ചെയ്യാൻ പോകുന്നത് അതെനിക്ക് തോന്നുന്നു. അത് ഈ 3 മാസം നമുക്ക് ഫ്രീ ഉണ്ടായിരുന്നല്ലോ. അപ്പം 3 മാസം ഞാൻ ടീമിൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം നിന്നു. അത് പിന്നെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു പോകെ എന്താണെന്നുള്ളത്. പിന്നെ ഇവർ ഓൾറെഡി എന്നെ വിളിക്കുമ്പോഴും കുറേ സാധനങ്ങൾ ഇവരായിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അപ്പം ആ ടൈമിൽ ഇവർക്ക് കുറച്ച് ഐഡിയാസും പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറേ സാധനങ്ങൾ ഇങ്ങനെ വരണം, ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇത് അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. പിന്നെ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ മതി. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യണം എന്നുള്ള അടിപൊളിയാക്കി കൊടുക്കണം. ശരിക്കും വിളിച്ച് ഇന്നായി കഴിഞ്ഞപ്പം എങ്ങനെ സാമുവൽ ഒരു ടീം ബിൽഡപ്പ് ചെയ്തേ? വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഇന്നാന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ഇതിനുള്ള കാര്യങ്ങൾ വർക്കും പരിപാടിയും തുടങ്ങി. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ പോലെ തന്നെ 3 അസിസ്റ്റൻസും അവരുടെ ഫസ്റ്റ് പടമായിരുന്നു. അപ്പം അസോസിയേറ്റും ഗാഫറായിട്ടും പിന്നെ 2 അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരാണ് കുറേ കൂടി എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന് തോന്നുന്നു. അസോസിയേറ്റ്സിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണോ? പിന്നെ ഉറപ്പായിട്ടും ഇല്ല. എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് സെക്കൻഡ് യൂണിറ്റ് ചെയ്ത് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ അവനും എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ യാസീൻ എന്ന് പറഞ്ഞാൽ, പിന്നെ രമേശ് മാത്യു, പുള്ളി ഒരുപാട് വർഷമായിട്ട് പടത്തിലുള്ള ആളാണ്. അപ്പം അവരുടെ എല്ലാവരും കൂടി നല്ല ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ല ടീമായിരുന്നു. അപ്പം നമ്മൾ പിന്നെ എല്ലാവരും കൊണ്ടുവന്ന് ഒരേപോലെ എനിക്ക് വേണ്ട വിധത്തിൽ നമ്മളിങ്ങനെ ആക്കി മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ നമ്മളങ്ങനെ പിടിക്കുമായിരുന്നു സാധനം ഔട്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ വന്നു ഇന്നായി എൻ്റെ ആദ്യത്തെ പടം എന്നൊക്കെ. ശരിക്കും ആദ്യത്തെ പടം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ആ ടെൻഷൻ എങ്ങനെയാണ് ഓവർകം ചെയ്തേ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മെയിൻ കാര്യം സമീർക്ക് വിളിച്ചു എന്നുള്ളത്. പുള്ളീനെ ഡിസപ്പോയിന്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല. പിന്നെ പുള്ളിയും അവരും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഫിലിം തന്നിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രീയിൽ തന്നെ നമ്മളെല്ലാം ഓക്കെ ഈ സാധനം. പക്ഷെ എന്നാലും എനിക്കൊന്ന് ഇത്രയും ക്രൗഡിനെയൊക്കെ വെച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത്രയും ക്രൗഡ് വരുന്നത്.
ശരി, പടത്തിന്റെ 80% ഓഫ് ക്രൗഡ്. ഒട്ടുമിക്ക സീനിലും ക്രൗഡ് ഉണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ടും അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നല്ലപോലെ നമ്മൾ ഇൻറ്റൻസ് ആയിട്ടെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് മെല്ലെ മെല്ലെയാണ് ഇതിങ്ങനെ ഒറ്റയടിക്ക് മാറിയില്ല. ഇത് ഷൂട്ടിംഗ് ടൈം എടുത്ത് തന്നെയാണ് ഈ ടെൻഷൻ ഇങ്ങനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ടെൻഷനാ, അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ക്രൗഡ് ഷൂട്ടിംഗ് അതെങ്ങനെയാ പരിപാടി? ക്രൗഡ് ഷൂട്ടിങ് ആക്ച്വലി നമ്മൾ ബ്ലോക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത് ക്രൗഡ്. ഇപ്പം എനിക്കൊന്ന് ക്ലൈമാക്സിൽ ഇപ്പം നൈറ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ നൈറ്റിൽ 2000 പേരുണ്ടായിരുന്നു. 2000 പേര് വരുമ്പോൾ നമ്മൾ വൈഡുകളാണ് ആദ്യം എടുക്കുന്നത്. അപ്പം എല്ലാ സ്ഥലത്തെയും വൈഡ്സ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ പ്ലാൻഡ് ആണ്. ഇന്ന ഇത്ര വൈഡുകൾ എടുക്കണം, ഇത് ഇന്ന സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ടൈറ്റുകളിൽ അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ ദിവസം ക്രൗഡ് നമ്മൾ കുറയ്ക്കും. അതെ അതെ, കുറച്ച് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ഒക്കെ ആയിട്ടാണ് എടുത്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 2000 പേരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരാൾ അവിടെ നിന്ന് കോപ്രായം കാണിച്ചാൽ തീർന്നില്ല? പിന്നെ ഒരുപാട് ഇരിക്കുന്ന ക്യാമറയിലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. ഇത്രയും പേരുള്ളത് നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല. അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? കുറേയൊക്കെ നമ്മൾ റീടേക്ക് വിളിക്കും കുറേ സാധനങ്ങൾ. പിന്നെ ചിലതൊക്കെ നമ്മൾ CG-യിലൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ റബ്ബ് ചെയ്തൊക്കെ ഇടും. ഒക്കെ ഉള്ളതുകൊണ്ട് മുഖമൊക്കെ പെട്ടെന്ന് മാറ്റും. ചോദിക്കണം അത്. പക്ഷെ എന്നാലും അവർ മാറ്റിയിട്ടുണ്ട്. കുറെ ഇങ്ങനെ ക്രൗഡ് കുറെ ഉള്ളത് കൊണ്ടും ചില നല്ല ഷോട്ടിലൊക്കെ ആയിരിക്കും ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ അങ്ങനെ ഒഴിവാക്കി വിടും. ഈ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ഈ സിനിമയിലുള്ള ഫ്രീഡം, സ്പേസ് അതൊക്കെ എങ്ങനെയായിരുന്നു സാമുവലിന്റെ? ഇപ്പം എനിക്ക് നല്ല ഫ്രീഡം ആയിരുന്നു ആക്ച്വലി. എനിക്കങ്ങനെ ഞാൻ ഭയങ്കര കൂളായിട്ടാണ് വർക്ക് ചെയ്തത്. കാരണം ഇവർ നല്ല ബാക്കപ്പ് ആയിരുന്നു എല്ലാ രീതിയിലും. എനിക്കങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ടായിട്ടില്ല. നമുക്ക് ടെൻഷൻ ഉണ്ട് ഇതെന്താകും എന്നുള്ളത്. അതല്ലാതെ എനിക്ക് ആസ് വർക്ക് എന്നുള്ള രീതിയിൽ നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഭയങ്കര വലിയ വേറെ മറ്റേ ടെക്നിക്കൽ പ്രോബ്ലംസ് അത് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മൾ ഈസിലി ഓവർകം ചെയ്താണ് വന്നത്. ഈ റാലി ഇതേപോലെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരുന്നു. റാലി ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഫുള്ള് സീനായിരുന്നു. ക്രെയിൻ വന്നിട്ട് നമ്മൾ ഫുള്ളും 2 ക്രെയിനൊക്കെ വിളിച്ച് ഡ്രസ്സൊക്കെ അങ്ങനെ ലൈറ്റൊക്കെ അങ്ങനത്തെ ഒരു സാധനം ചെയ്തത്. അപ്പോൾ ഇതേപോലെ തന്നെ ക്രെയിൻ കംപ്ലൈൻ്റ് ആവുക. അപ്പോൾ താഴെ ഈ 500 പേര് ഇത്രയും പേര് നിൽപ്പുണ്ട്. അപ്പോൾ ഷൂട്ട് നമ്മൾ ഭയങ്കര എന്ത് ചെയ്യണം, ഡിലേ ആകും. പക്ഷെ അതെല്ലാം നമ്മൾ എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്ത് എടുത്ത് നമ്മൾ വിചാരിച്ചു ഒരു ദിവസം എന്തോ എക്സ്ട്രാ കയറുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ളത് സിനിമയിലെയും അതുപോലെ ഇൻ്റർവ്യൂസിലെ ടൊവിനോ, ബേസിൽ, ഷാൻ റഹ്മാൻ, വിനീത് ശ്രീനിവാസനൊക്കെയാണ്. ക്യാമറയുടെ പുറകിൽ ശരിക്കും ഇവരെങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര അതേപോലെയൊക്കെ തന്നെ, ഭയങ്കര ചില്ലാണ്. ഭയങ്കര അവരെല്ലാവരും ഭയങ്കര എല്ലാവരും ഓരോ ഷോട്ടൊക്കെ കഴിയുമ്പോൾ നോക്കും, അഭിപ്രായം പറയും. ഉറപ്പായിട്ടും അവർ വന്ന് നോക്കും, പിന്നെ ഒന്നുകൂടി ചെയ്യാന്ന് പറയും. അവരും പെർഫോം ചെയ്യുള്ളൂ, അവർക്ക് ഒന്ന് സാറ്റിസ്ഫൈഡ് ആവണം. പിന്നെ അവർ അടിപൊളിയാണ്. നമുക്കിപ്പോൾ വേണം ഒരു ടേക്ക് കൂടി പോകാന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാവരും ഓക്കെ ഓൺ, അതിന് എത്ര വേണേലും പോവാം. അപ്പോൾ അത് പറഞ്ഞു എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു മൊത്തത്തിൽ. അല്ല, ഏറ്റവും ഈ 4 പേരിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആരായിട്ടായിരുന്നു? ഇല്ല, എനിക്കൊന്ന് ബേസിലേട്ടനായിട്ടാണ് കൂടുതൽ ഇതായിട്ടുള്ളത്. പുള്ളിയായിരുന്നു. ബാക്കി എല്ലാവരും ഇത്ര ടൈം എല്ലാവർക്കും ഇതുണ്ടായിരുന്നു. ചാർട്ട് ചെയ്ത ടൈമിലാണ് വന്നു പോയത്. പക്ഷെ എല്ലാവരും ഒരേപോലെ ഇതായിരുന്നു. എനിക്ക് ഒരു തരത്തിലൊരു സ്ട്രെസ് എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ അതാണ് എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഒട്ടും സ്ട്രെസ്ഫുൾ ആയിരുന്നില്ല വർക്ക്. ഐ മീൻ സ്ട്രെസ് വർക്കിന്റെ ഇതുണ്ടായിരുന്നു. പക്ഷെ ആസ് എ വേറെ ഒരു തരത്തിലും മറ്റേ നമുക്കിത് ചെയ്യണമെന്നുള്ള സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ വർക്കിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. ഉറക്കം നിൽക്കൽ, പരിപാടികൾ, ടൈമിങ്, അങ്ങനത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ. ഈ അതിരുടെ മൂവിക്കാൾ മുന്നേ ആക്ച്വലി സാമുവലിനെ മലയാളികൾക്ക് അറിയാം. കുതന്ത്രം, മഞ്ഞുമൽ ബോയ്സിലെ സോങ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ സൂക്ഷ്മദർശനിലെ പ്രമോ സോങ്, അതിലേക്കുള്ള എൻട്രിയോ? അല്ല, ഞാൻ കുറേ വർഷമായിട്ട് ഞാൻ മ്യൂസിക് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് മ്യൂസിക് വീഡിയോ പരിപാടികൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് കോവിഡൊക്കെ കഴിഞ്ഞ ടൈം തൊട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ അപ്പം ഇതേപോലെ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ആ ടൈമിൽ. പിന്നെ അതങ്ങനെ വർക്കായില്ല. അപ്പം അന്ന് തൊട്ട് മ്യൂസിക് വീഡിയോ നമ്മൾ ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് ഈ നാഷണൽ ആർട്സും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അങ്ങോട്ട് പ്രോപ്പറായിട്ട് ഇതായിട്ടുണ്ടായില്ല. അങ്ങനെ വരുന്നതാണ് ഇതിലോട്ട്. അതാണ് നമ്മുടെ സമയം, അതാണ് ടൈം. സൂക്ഷ്മദർശിനിയുടെ ആയിരുന്നു അത് ചെയ്യുന്ന കണ്ടിട്ടാണ് സമീറയ്ക്ക് എന്നെ ഇതിലോട്ട് വിളിക്കുന്നത് അതിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് സമീറയ്ക്കായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളിക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പുള്ളി എന്നെ ഇതിലോട്ട് വിളിക്കുന്നത് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ മ്യൂസിക് വീഡിയോസ് ഒരുപാട് ചെയ്യുന്നത്. ശരിക്കും മ്യൂസിക് വീഡിയോസിൽ ആസ് എ മലയാളി ഓഡിയൻസ് നമ്മുടെ അക്സെപ്റ്റൻസ് ലെവൽ എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു ഔട്ട് ഓഫ് 10? എനിക്കൊന്ന് ഇപ്പോൾ പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരുപാട് ട്രാക്കുകൾ ഇപ്പം മറ്റേ എക്സോമിനാക്കിൻ്റെ പാട്ടും അതും ഇതും എല്ലാം ആളുകൾ കേൾക്കുന്നുണ്ട്, ഭയങ്കര പോപ്പുലർ ആവുന്നുണ്ട്. റിപ്പീറ്റഡ്ലി നമ്മൾ കേൾക്കുന്ന ഒരു ട്രാക്സ് ആണ് അതൊക്കെ. അതെ. ഇപ്പം ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും ഭയങ്കര ട്രെൻഡിങ് ആവാനായിട്ടുള്ള ഇതുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഇതുണ്ടെങ്കിൽ എല്ലാവർക്കും വർക്കാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മ്യൂസിക് വീഡിയോ. ഇപ്പം നമ്മുടേത് കുറച്ചുകൂടി മ്യൂസിക് വീഡിയോ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ പിന്നെ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ.
ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ വളരെ കുറവാണ്. ശരിക്കും ഒരു മ്യൂസിക് വീഡിയോയുടെ ബഡ്ജറ്റ് ഒക്കെ എന്തായിരിക്കും? നമ്മൾ പണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ 30,000 രൂപ 20,000 രൂപയ്ക്കൊക്കെയാണ് ഫുള്ള് ചെയ്യുന്നത്. ചെയ്തെടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ തന്നെ കളർ ഗ്രേഡ് ചെയ്യും, ഞാൻ തന്നെ ഇത് ചെയ്യും, ഞാൻ തന്നെ അപ്പുറത്ത് ചേർപ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഇങ്ങനെ ഇതിൽ തന്നെയുള്ള ആൾക്കാരായിട്ട് കണക്ട് ആയി കഴിഞ്ഞപ്പം ഇപ്പൊ എന്റെ ഫ്രണ്ടായിരുന്നു ട്രോഡൻ, അവനാണ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനും പുള്ളിയും കൂടിയാണ് കുറെ മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മളും കുറെ ആഡും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കണക്ട് ആയി വരുമ്പോഴാണ് ഇത് പിന്നെ വലുതാവുന്നത്. അതിന് മുന്നേ ഇങ്ങനെ ചെറുതായി തന്നെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ബഡ്ജറ്റ് ഒക്കെ കിട്ടുന്നത്. ഈ 30,000 ഇപ്പത്തെ ബഡ്ജറ്റ് എന്താ? ഇപ്പം നല്ല ബഡ്ജറ്റില് സിനിമയുടെ ബഡ്ജറ്റ് ഒക്കെ ഉണ്ടോ? അത്രയ്ക്കൊന്നും ഇല്ല, പക്ഷെ എന്നാലും സിനിമയുടെ ബഡ്ജറ്റിലൊക്കെ ഇവര് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓ നൈസ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടും നമ്മുടെ മലയാളി ഓഡിയൻസിന് ഈ മ്യൂസിക് വീഡിയോയുടെ അക്സെപ്റ്റൻസ് കൂടാൻ ചാൻസ് ഉണ്ടെന്നാണോ പറയണേ? ഉറപ്പായിട്ടും ചാൻസ് ഉള്ളതായിട്ട് തന്നെ തോന്നുന്നത്. ഇപ്പം ഇതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ വന്ന് അവർക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും അതിൽ വരുള്ളൂ. കാരണം അവർക്കും പ്രോഫിറ്റബിൾ ആയാലേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ വീഡിയോ പ്രൊഡക്ഷൻ ആണെങ്കിലും ബാക്കി എന്തെങ്കിലും ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും കിട്ടിയാലാണ് നമുക്കും അതനുസരിച്ച് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞ ആഫ്റ്റർ കോവിഡ്, ഒരു ബിഫോർ കോവിഡ് ഉണ്ട്. അതായത് ഇതിന്റെയൊക്കെ തുടക്കം, ഈ ക്യാമറയോടുള്ള ഇഷ്ടം, ഈ ഫ്രെയിംസിനോടുള്ള ഇഷ്ടം, എങ്ങനെയാ ഈ ക്യാമറയാണ് നമ്മുടെ പരിപാടി എന്ന് മനസ്സിലായൊരു? ഇല്ല, ആക്ച്വലി എനിക്കതൊന്നും, ഞാൻ കോളേജ് ഡിഗ്രി പഠിക്കുന്ന ടൈമിലായിരുന്നു ഈ ക്യാമറ ഞാൻ വാങ്ങിയത്. DSLR വാങ്ങി ഫോട്ടോ, ഞാൻ പടം വരയ്ക്കുമായിരുന്നു. അപ്പം പെയിന്റിങ് പരിപാടി അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അത് ഡിഗ്രി കഴിയുന്ന ടൈമിലായിരുന്നു. അപ്പം വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഫോട്ടോഗ്രാഫി പരിപാടി വെറുതെ തുടങ്ങിയതാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് പഠിക്കാൻ നോക്കിയായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല മൊത്തമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ചെയ്തു തുടങ്ങുമായിരുന്നു. ഞാൻ വേറെ ഇങ്ങനെ നോക്കി നിന്നില്ല അധികം. പിന്നെ സ്വന്തം കുറെ ഫ്രണ്ട്സിനെയൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ശരിക്കും കോൺടാക്ട്സിൽ ബിൽഡ് ചെയ്ത ഒരു കരിയർ ആണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കോൺടാക്ട്സിൽ ബിൽഡ് ചെയ്താണ്. അത് എനിക്കൊന്ന് നമ്മൾ കുറച്ച് അധികം നാളായിട്ടുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ചെറിയ കുഞ്ഞു പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും ടൈം എടുത്ത് ഇതും കോൺടാക്ട് വഴി തന്നെയാണ്. കാരണം ആ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും പടത്തിലേക്ക് ഞാൻ ഇന്നാവില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പൊ ഇത് പറഞ്ഞപ്പം ഭയങ്കര ഈസിയിൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്തല്ലേ, ഭയങ്കര എളുപ്പമാണെന്ന് ആൾക്കാർക്ക് തോന്നും. അത് തന്നെയാണ് ഇപ്പോഴത്തെ എല്ലാവരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. കാരണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര അപ്പായതുകൊണ്ട് എല്ലാവരും പറയുന്നതാണ് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ആർക്കും കോണ്ടന്റ് ക്രിയേറ്റർ ആവാം, സംസാരിക്കാൻ അറിയെങ്കിൽ ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും നമ്മുടെ ഓരോ ജോബിനും അതിൻ്റെതായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ ഹൗ ഡിഫിക്കൽട്ട് ഇസ് യുവർ ജോബ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് തോന്നുന്നു ഇപ്പം ഫിലിമിലോട്ട് വരുമ്പോൾ എൻ്റെ കയ്യിൽ കുറേ കൂടി വേറേതാണ്. മ്യൂസിക് വീഡിയോ അല്ലെങ്കിൽ ആഡ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി വേറെ ഇതിലാണ്. ഫിലിമിലോട്ടെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഭയങ്കര എൻഡ്യൂറൻസ് വേണം. ഈ ഇത്രയും ദിവസം എന്ന് പണിയെടുക്കാനുള്ള ഒരു സാധനം വേണം. നമ്മൾ ഈ കുറേ കാര്യങ്ങളും പല ആൾക്കാർ ഇത്രയും പേര് നമ്മുടെ അടിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ യൂണിറ്റിൽ ഒരുപാട് പേരുണ്ടാവും, നമ്മുടെ അസിസ്റ്റൻസ് അസോസിയേറ്റ്സ് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. ഇവരുടെ എല്ലാവരെയും നമ്മൾ സെയിം ഇതിൽ കൊണ്ടുപോകണം. 82 ദിവസം 83 അത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റീവ് കാര്യങ്ങൾ, ഈ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലൈറ്റ് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ചെയ്തെടുത്ത് വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ മാച്ച് ചെയ്ത് ചെയ്യണം. അങ്ങനെ കുറേ ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. പിന്നെ നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കണം മെയിനായിട്ട് നമ്മളെന്താ ചെയ്യുന്നതെന്നുള്ളത്. കാരണം നമ്മുടെ ഡിലേ കാരണം മറ്റുള്ളവർക്കല്ല പ്രൊഡക്ഷന് പ്രോബ്ലം ഉണ്ടാവരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ പരിപാടി ചെയ്യാനായിട്ട്. അത് ഭയങ്കര അത്യാവശ്യം പാടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മ്യൂസിക് വീഡിയോ ചെയ്യുകയാണെങ്കിലുള്ള ഒരു ഡിഫിക്കൽട്ടിയോ? മ്യൂസിക് വീഡിയോ നമ്മൾ തന്നെ പൈസ മുടക്കുന്നു, നമ്മൾ തന്നെ എല്ലാ ടാസ്ക് നമ്മൾ തന്നെ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ഇപ്പം എനിക്കൊന്ന് ഇപ്പോഴാണ് നമ്മൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനൊക്കെ വെച്ചൊക്കെ തുടങ്ങിയത്. പിന്നെ ബഡ്ജറ്റൊക്കെ കിട്ടി തുടങ്ങിയപ്പം അതിന് മുന്നേ തന്നെ നമ്മളായിട്ട് തന്നെ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഞങ്ങളെല്ലാം കൂടി തന്നെ ആയിരിക്കും. നമ്മൾ തന്നെ ആർട്ട് ചെയ്യണം, ചിലപ്പോൾ നമ്മൾ തന്നെ ഇത് ചെയ്യണം. മുന്നത്തെ പരിപാടി അല്ല പഴയ പരിപാടി. ഈ ഇപ്പം പറഞ്ഞില്ലേ ഇത്രയും ടെക്നിക്കൽ ഇത്രയും ആൾക്കാരുണ്ട്, അവരെയൊക്കെ നമ്മൾ ഒരുപോലെ മാനേജ് ചെയ്യണം എന്നൊക്കെ. ഒരു സിനിമാറ്റോഗ്രാഫറിന് ആക്ച്വലി ഏറ്റവും കൂടുതൽ റാപ്പോ ഉണ്ടാവേണ്ടത് ആരാ? അവരുടെ ടീം അല്ലാതെ ഒരു ഡയറക്ടറാണോ, ആർട്ട് ഡയറക്ടറാണോ, ആർട്ടിസ്റ്റുകളാണോ? റാപ്പോ വേണം, അതേപോലെ തന്നെ ആർട്ടിസ്റ്റുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് വേണം. അതിലാണ് എനിക്കൊന്ന് അതിൻ്റെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. ആർട്ടിസ്റ്റുകളായിട്ടും ഡയറക്ടറായിട്ടാണ് മെയിനായിട്ട് നല്ല റാപ്പോ വേണ്ടത്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ ടീമാണ്. നമ്മുടെ പണി എളുപ്പമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീമിൻ്റെ ജോലി. സ്ട്രെസ് മാക്സിമം കുറയ്ക്കുക. അപ്പോൾ നല്ല ടീമാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് നല്ലപോലെ കുറയും. എനിക്ക് ഭാഗത്ത് നല്ല ടീമാണ് കിട്ടിയത്. ശരിക്കും ആ സിനിമയ്ക്ക് അതൊരു കാറിന്റെ ഒരു സീനില്ലേ, കാറിലെ ഫൈറ്റ്, അതെങ്ങനെയാ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയാൻ ഒരു പേഴ്സണൽ. അത് നമ്മൾ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തത്. സന്തോഷ് മാസ്റ്റർ ആയിരുന്നു ഇത് ചെയ്തിരുന്നത്, ഇത് ഫൈറ്റ് കുറേ ചെയ്തിരുന്നത്. അപ്പം അത് ഇതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഇതേപോലെ അകത്ത് ചെറിയൊരു ക്യാമറ വെച്ചിട്ട് കോമ്പാക്റ്റ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു.
അത് നല്ല ഫണ്ണായിരുന്നു. നമ്മൾ ഇതേപോലെ തന്നെ ഈ ഇടിയൊക്കെ നല്ല ഫണ്ണായിരുന്നു. ഇടി നല്ല ഫണ്ണായിരുന്നു. അല്ല അത് രസമായിരുന്നു മൊത്തം ഷൂട്ട് ചെയ്യാൻ. മറ്റേ കാറിന്റെ ഫ്രണ്ടിൽ ഇതൊക്കെ മാറ്റിയിട്ട് അങ്ങനെ എത്ര നേരം കൊണ്ട് അത് ആ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്ത് എത്ര അത് രാവിലെ അത് ഒറ്റ ദിവസത്തെ ഷൂട്ട് രാവിലെ സ്റ്റുഡിയോ ഫ്ലോറിനകത്തായിരുന്നു. രാവിലെ 6 തൊട്ട് വൈകിട്ട് 9-10 മണി അങ്ങനെ എന്തോ ആയിരുന്നു. അത്ര നേരം എടുത്തുള്ളൂ ആ ഫൈറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എല്ലാം പ്ലാൻഡ് ആയിരുന്നു പരിപാടികൾ. ഫുൾ പ്ലാനിങ്. ഈ പ്ലാനിങ് ഒക്കെ തെറ്റുന്നൊരു സമയം ഉണ്ടാവില്ലേ? അതുണ്ടാവും. ആക്ച്വലി നമ്മൾ ഇവരുടെ ഈ പടത്തിൽ പിന്നെ ഒരു ഹൈഡ് ഔട്ട് സീൻ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ ലൊക്കേഷൻ ഒന്നും മാറേണ്ടി വന്നാൽ അത് കാണാതെ നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ചെന്നിട്ടാണ്. പക്ഷെ നമ്മുടെ ആർട്ട് ഡയറക്ടർ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഞാനും കൂടിയായിരുന്നു ഇതിൻ്റെ ബാക്കി പരിപാടികൾ, കളേഴ്സിൻ്റെ പരിപാടികൾ ഞാൻ പുള്ളിയായിട്ട് അത്യാവശ്യം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് എൻ്റെ ഒരു മൂഡും കാര്യങ്ങളും മൂപ്പർക്ക് അറിയാം. മാനോ എന്നാണ് ആ ഡയറക്ടറിൻ്റെ പേര്. അപ്പം പുള്ളി അത് സോർട്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതിങ്ങനെയാണ്, അപ്പോൾ ഇതൊന്ന് പിടിക്കേണ്ടി വരും. അപ്പം നമ്മളവിടെ ചെന്ന് നോക്കി ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത് ഉള്ള ഇതിൽ വെച്ചിട്ട് പിടിക്കാൻ അങ്ങനെ പിടിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. അതെ അതെ. അപ്പം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുന്നേ ലൊക്കേഷൻ കാണാനൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ 3 months 3 മാസം നമ്മൾ ഓടിയിടുന്ന ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്. ഇതും ഓൾറെഡി എല്ലാം ലൊക്കേഷൻ സെറ്റ് ആയിരുന്നു. അത് പിന്നീട് എന്തോ കാരണത്താൽ കിട്ടാതെ വന്നായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് പടങ്ങള് അങ്ങനെ ഉണ്ടോ? ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു പടം കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സീൻസ് കാണുമ്പോൾ ഇത് കൊള്ളാം, ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം, അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു റെഫറൻസസ്. നമ്മൾ എനിക്ക് ടോണൽ പരിപാടിക്കും ഇതിനൊക്കെ ആയിട്ട് ഇതേപോലെ കുറെ പടങ്ങൾ നമ്മൾ അതിനിടെ ഒരു 3 റെഫറൻസ് പറയോ? ഒരെണ്ണം നമ്മൾ ഇതേപോലെ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് മറ്റേ ഈ രാവണൻ ഇടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ തല കറങ്ങി വരുന്ന അതൊരു ഷോട്ട് ഇതേപോലെ ഡെഡ് പൂൾ എന്ന് പറഞ്ഞൊരു പടത്തിൽ അങ്ങനെ രസമുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു റെഫറൻസ് വേറെ ജീപ്പ് ഫൈറ്റിന് കുറെ റാൻഡം കുറെ നമ്മള് റെഫറൻസസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെ ഫൈറ്റിന് അതും ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് റെഫറൻസസ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം റെഫറൻസസ് ആണ്. നമ്മൾ പ്രാക്ടിക്കാലിറ്റിയിലൂടെ വരുമ്പോൾ നമുക്ക് എന്താ പിടിക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് അങ്ങനെ. സിനിമയിലല്ലാതെ സാമുവലിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ട് ഇപ്പം നമ്മൾ കണ്ടിട്ട് ഇത് എവിടെയെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ വെച്ചിട്ടില്ല, പെട്ടെന്ന് ഓർമ്മയിൽ വന്നൊരു സാധനം? എനിക്കൊന്ന് ലെൻസിങ്ങിൽ നമ്മളിങ്ങനെ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് അത് ലെൻസിങ് എന്ന് പറഞ്ഞാൽ ക്യാമറ ലെൻസ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഷോട്ടിൽ ചിലതിൽ നമ്മൾ കുറെ വൈഡ് ആംഗിൾ ലെൻസ് ഇങ്ങനെ ക്ലോസപ്പിന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കുറെ നാളായിട്ട് ചെയ്തു നോക്കണമെന്ന് ആഗ്രഹമുള്ളായിരുന്നു. ഞാൻ മ്യൂസിക് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. പടത്തിലും അങ്ങനെ തന്നെ ചെയ്തത്. കുറെ ക്ലോസപ്പ് ഷോട്ടിനൊക്കെ നമ്മൾ നല്ല വൈഡ് ആംഗിൾ കൊണ്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് വർക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. പടം കൂടുതലും വൈഡ് ആംഗിൾ മറ്റേ ടോവിനോ ഒക്കെ നടന്നു വരുന്ന സീനൊക്കെ. അതെ കുറെ വൈഡ് ഷോട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അല്ല നമുക്ക് അത് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിലായിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിടിക്കാനായിട്ട്. ഡാൻസ്, അത് ഇത് ഫൈറ്റ്, മഡ് റേസ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ലാസ്റ്റ് കോൺസേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ എല്ലാം ഉണ്ടായിരുന്നു ഫിലിമിൽ. ഡാൻസ് എല്ലാം ഉള്ള ഫിലിമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാം നമുക്കൊന്ന് കൈവച്ച് നോക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ സാമുവലിന്റെ ഒരു മൂവി സിനിമ ടേസ്റ്റ് എങ്ങനെയാ? ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ പടവും കാണും. ഫേവറേറ്റ് സാധനം ഉണ്ടാവില്ലേ? ഇല്ല, ആക്ഷൻ പടങ്ങൾ ഇപ്പൊ കുറെ നാളായിട്ട് ആക്ഷൻ ഫിലിം കാണുന്നുണ്ട്. ചുമ്മാ കണ്ട് പഠിക്കാനായിട്ടുള്ള ഒരു ഇതിന്. അതിന് മുന്നേ ഞാൻ എല്ലാ ഫിലിമും കാണും. പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ പടങ്ങൾ കുറെ കാണും. പിന്നെ ചില മൂഡ് പോലെ ഇരിക്കും ചില പടങ്ങൾ കാണുന്നത്. അത്രേ ഉള്ളൂ. സിനിമകൾ ഒത്തിരി കാണാറുണ്ടായിരുന്നു. കുറെ പടം കാണും. സിനിമ ഓർ മ്യൂസിക്? ഓബ്വിയസ്ലി ഫിലിം. പാട്ട് ഇഷ്ടമാണ്. പാട്ട് നമ്മൾ മ്യൂസിക് വീഡിയോസ് ഇഷ്ടം പോലെ കാണും. റെഫറൻസ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പം മ്യൂസിക് വീഡിയോസിന് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ നമ്മൾ മലയാളികൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു 3 മ്യൂസിക് വീഡിയോ പറയാൻ പറ്റുമോ? മ്യൂസിക് വീഡിയോ? അതെ, എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഇപ്പോഴും അറിയാവുന്ന മറ്റേ ചെമ്പകമേ സുന്ദരി, അതിലേക്ക് നമ്മൾ ഇപ്പൊ ഇതേപോലെ കൊല്ലം ഷാഫി മറ്റേ അവരുടെ പാട്ടുകളൊക്കെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തിൽ MHR എന്നൊക്കെ പറഞ്ഞ ആർട്ടിസ്റ്റ് അവരൊക്കെ ഇതെല്ലാം അവരുടെ എല്ലാരും അവരുടെ ഒരു കൾച്ചറൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇപ്പൊ അതേപോലെ ന്യാക്സുമേനിയാക്കും. പിന്നെ അതേപോലെ കേട്ടിട്ടുണ്ട് ഒരു അമ്മ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളാണ് മ്യൂസിക് വീഡിയോയില് ഇങ്ങനെ ഉപയോഗിക്കുന്നുള്ളത്. അമ്മ ഇടയ്ക്ക് കടിച്ചാൽ പൊട്ടാത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും. അതൊക്കെ അർത്ഥം മനസ്സിലാക്കി ഞാൻ ഉപയോഗിക്കാറുണ്ടെന്നൊക്കെ. അതെ അപ്പൊ അതേപോലെയുള്ള ആർട്ടിസ്റ്റുകൾ വന്ന് ഇപ്പൊ ഇതേപോലെ ഒരുപാട് സാധനം ഭയങ്കര ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് മ്യൂസിക് ഒക്കെ. ഭയങ്കര എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന, അങ്ങനെ അർത്ഥം അറിയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന. അതെ കിട്ടിയ കമന്റ്സിൽ, അതായത് കോംപ്ലിമെന്റ്സിൽ ഏറ്റവും അടിപൊളിയായിട്ട് മറ്റേ ഇങ്ങനെ ഓക്കെ എന്ന് തോന്നിയൊരു കോംപ്ലിമെന്റ് ഉണ്ടോ? അതുകൊണ്ട് ഇത് കോക്കിന്റെ റിവ്യൂല് ദൈവമേ പുള്ളി പറഞ്ഞപ്പോൾ ഓക്കെ നമ്മളിങ്ങനെ എന്തായിരിക്കും പുള്ളി പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ട് അതിന് മുന്നേക്ക്. അപ്പം പുള്ളി ഇങ്ങനെ പേരൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ രസം, അടിപൊളി കൊള്ളാം. റിവ്യൂസ് കാണാറുണ്ടോ?
എല്ലാ റിവ്യൂസും വാച്ച് ചെയ്തു? അത്യാവശ്യം റിവ്യൂസ് എല്ലാ ദിവസവും കാണും. മാക്സിമം ഞാൻ നോക്കാറുണ്ട്. റെഡിറ്റിലും കുറെ നോക്കാറുണ്ട്. ഇതിലെല്ലാത്തിലും റിവ്യൂസ് ഞാൻ നോക്കാറുണ്ട്. എവിടെന്നെങ്കിലും പണി കിട്ടുണ്ടോന്നാണോ നോക്കണേ? പണി കിട്ടുന്നില്ല. എന്താണ് ആൾക്കാരുടെ അഭിപ്രായം, നമ്മൾ വിചാരിച്ചതിന്റെ അതൊക്കെ തന്നെയാണോ, ഇനി എന്തെങ്കിലുമൊക്കെ അവരായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ, എങ്ങനെയുണ്ടോ, അങ്ങനെ പൊതുവെ ഒരു ഇത് അത്രേ ഉള്ളൂ. സാമുവൽ എപ്പോഴാണ് അതിരടി മൂവി ഫുൾ ആയിട്ട് ഇങ്ങനെ കണ്ടത്? എനിക്കൊന്ന് പടം റിലീസായിട്ട് പിറ്റേ ദിവസം, അതായത് രണ്ടാമത്തെ ദിവസമാണ് അങ്ങനെ കാണുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ല, അത് കണ്ടു. പക്ഷെ ആ ടൈമിൽ എനിക്കൊന്ന് അന്നൊക്കെ ഭയങ്കര ഈ ഔട്ടിറക്കാനും ഇതിനൊക്കെ ആയിട്ട് ഭയങ്കര സാച്ചുറേറ്റഡ് ആയിരുന്നു. അതെ, നല്ല സാച്ചുറേറ്റഡ് ആയിരുന്നു പടം കണ്ടിട്ട്. അത് കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് കാണുന്ന ഈ പിറ്റേ ദിവസമാണ്. അപ്പൊ എന്ത് തോന്നി? അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. എന്നൊക്കെ ഉള്ള സാധനമായിട്ടുണ്ട്. എന്നെ കുറിച്ച് ഓർത്ത് അഭിമാനം. കുഴപ്പമില്ല. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാ? എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ്. നല്ല അവരെന്നാ പടം കണ്ടേ? അവരും പെയ്ഡ് പ്രിവ്യൂ ഉണ്ടായിരുന്നു പടത്തിന്. അപ്പൊ അന്ന് അപ്പം അമ്മയെല്ലാം വന്ന് എല്ലാവരും കണ്ടു. പടം കണ്ട് അപ്പ അമ്മയും പറഞ്ഞ അവര് ഭയങ്കര ഹാപ്പിയാ. അവര് ഔട്ട് പടം ഇറങ്ങി ഓക്കെ ഇതാണെന്നല്ലേ അപ്പൊ നിന്റെ പരിപാടി. എത്ര അല്ല അവർക്ക് അറിയാം. പക്ഷെ എന്നാലും അവർക്കും എല്ലാരും സാധാരണ ആൾക്കാരെല്ലാരും അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഇത്. എന്താ ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയാ? ഇല്ല, പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ഇല്ല. സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ അതിരടിയുടെ തിരക്കൊന്ന് തീരട്ടെ എന്നാണോ? തിരക്ക് കഴിഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയിട്ട് തമിഴ്നാട്ടില് സഞ്ജു സാംസങ് വന്ന് ലോഞ്ച് ഒക്കെ നടത്തില്ല. ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ ആരെങ്കിലും ഒക്കെ വരും അങ്ങനെ അറിയോ? ഇല്ല 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 ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. തമിഴ് മാത്രമാണ് കുറച്ചുകൂടി അവിടുത്തെ ഓഡിയൻസിന് കണക്ട് ആവുന്നില്ല. ഡബ്ബെല്ലാം മാറ്റി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇനി പടമൊക്കെ കിട്ടി, മ്യൂസിക് ആൽബം പിന്നെ ചെയ്യോ? ഉറപ്പായിട്ടും ചെയ്യും. അത് അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റീവ്ലി കളിക്കാനുള്ള കുറേ ഇതുണ്ട്. പടത്തിലാകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കഥയ്ക്ക് വേണ്ട സാധനങ്ങൾ മാത്രം മതി. മറ്റേത് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അത് ഇത് ചെയ്യാം, നമുക്ക് ഇന്ന സാധനം ട്രൈ ചെയ്ത് മ്യൂസിക് വീഡിയോയിൽ കുറെ കൂടി നമുക്ക് ഇത് ചെയ്യാം. പിന്നെ കുഴപ്പമില്ല, മറ്റേ ടെൻഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാം. ഫസ്റ്റ് പെയ്ഡ് വർക്ക് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് പെയ്ഡ് വർക്ക് ഓർമ്മയുണ്ട്. ഈ പറഞ്ഞ മ്യൂസിക് വീഡിയോ തന്നെ ആയിരുന്നു ഫസ്റ്റ് പെയ്ഡ് വർക്ക്. അത് നമ്മൾ തന്നെ ആയിരുന്നു ഇത് ചെയ്തത്. ബാക്കി കിട്ടിയ ചെറിയ പൈസ കയ്യിൽ വെച്ചു, അത്രേ ഉള്ളൂ. എത്ര രൂപ കിട്ടി ഫസ്റ്റ് പേയ്മെന്റ്? അതല്ല 4000 രൂപ. മ്യൂസിക് വീഡിയോ വികടകവി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. അവൻ വികടകവി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന്റെ മ്യൂസിക് വീഡിയോ ആയിരുന്നു. അപ്പൊ അത് ഇതേപോലെ തന്നെ വേറൊരു പരിചയമുള്ള ഒരാള്, ഇവന്റെ പാട്ട് ഇഷ്ടമുള്ള ഒരാൾ അന്ന് 30,000 രൂപ തന്നിട്ട് അന്ന് ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്ത് ഒരു ചെറിയ ഭയങ്കര തട്ടിക്കൂട്ട് അത് ഭയങ്കര നല്ല ഔട്ടാന്ന് വന്ന ആ ടൈമില്. അതിരടി ഇനിയും കാണാത്ത ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയും കണ്ടിട്ടില്ലാത്ത ആൾക്കാരോട്? അതിരടി ഉറപ്പായിട്ട് തിയേറ്ററിൽ കാണാൻ, എനിക്കൊന്ന് തിയേറ്ററിൽ കാണാൻ ഉള്ളൊരു ഫിലിമാണത്. അത്രയും സംഭവങ്ങളുണ്ട്. തിയേറ്ററിൽ കണ്ട് കൈയടിച്ച് ഹാപ്പി ആയിട്ട് ഇറക്കാതുള്ള. തിയേറ്ററിൽ കണ്ടാൽ കുറെ കൂടി അടിപൊളിയായിരിക്കും. കാരണം അതൊരു എനിക്ക് തോന്നുന്നത് തിയേറ്റർ പടമായിട്ട് തന്നെ ഇരിക്കുന്നത്. അത്രയും വലിയ സ്കെയിലിൽ നല്ല ഇതിൽ നിൽക്കുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടാൽ നല്ല ഇത് കിട്ടും നമുക്ക് കാണുന്നവർക്ക്. ഈ ബേസിൽ, ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, ഈ 4 പേരിലും ഏറ്റവും കൂടുതൽ സാമുവലിന്റെ മനസ്സിൽ ടച്ച് ചെയ്ത കോംപ്ലിമെന്റ് ആരാ തന്നെ? ഞാൻ ബേസിലേട്ടനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പുള്ളി ഭയങ്കര ഹാപ്പിയാണ് ഔട്ടില്. പുള്ളി അടിപൊളിയാണ്, സെറ്റാണ്. ഈ മതിയടാ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് മതി. പുള്ളി ഭയങ്കര എനിക്കൊന്ന് ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. വന്ന ഔട്ട്പുട്ടിലൊക്കെ ഹാപ്പി ആയിരുന്നു. എനിക്ക് സമീർ ഖാനെ കണ്ടിട്ടില്ല ഇതുവരെ. പടം കഴിഞ്ഞതുവരെ കണ്ടിട്ടില്ല. ഇല്ല, പുള്ളി ഇവിടെ ഇല്ല. അവരെല്ലാവരും ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താണ്. അപ്പം പിന്നെ പി സുകുമാർ സാർ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞത്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. പുള്ളി ഇവിടെ ഇല്ല, ചെന്നൈയിലെന്തോ ആയിരുന്നു. അപ്പം വരുന്നുണ്ട്, വന്നിട്ട് കാണാം, ഇത് ചെയ്യാം. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുള്ളിയുടെ മൂവീസ് ഒക്കെ പിന്നെ രാവണ പ്രഭു, പിന്നെ ലയൺ, കുറെ പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയും ഭയങ്കര നമ്മളിങ്ങനെ നോക്കി കാണുന്ന ഒരു മേജർ സിനിമാറ്റോഗ്രാഫർ. പുള്ളി അപ്പൊ ആക്ച്വലി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പുള്ളി സജഷൻസ് പറയുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എപ്പോഴും വന്ന് നിൽക്കും അടുത്ത്. പുള്ളി വന്ന് അവിടെ ഇങ്ങനെ നിൽക്കും സെറ്റില്. പുള്ളിക്ക് ഇല്ല, ടെൻഷൻ ഇല്ല. പുള്ളി ഭയങ്കര ചില്ല. പുള്ളി വന്ന് അവിടെ ഇത് പരിപാടികൾ, പുള്ളി എനിക്ക് തോന്നുന്നു ഇതെല്ലാം കാണാനായിട്ട് എന്താ എല്ലാരും പരിപാടി ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല. എനിക്കൊന്ന് പുള്ളി ഇങ്ങനെ എൻജോയ് ചെയ്യും അവിടെ വന്നിട്ട്. പുള്ളി നിൽക്കുന്ന ടൈം പുള്ളി അവിടെ വന്നിരുന്ന് നമ്മളെന്താ ചെയ്യുന്നത്, ചില ടൈമിൽ അവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഇവിടെ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ നിൽക്കും. നമ്മൾ അസോസിയേറ്റിനോടൊക്കെ പറയും ടേക്ക് ആകുമ്പോൾ വിളിച്ചാൽ പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ പുള്ളി ഇല്ല ഞാൻ ഇവിടെ നിന്നോളാം, എന്താ ചെയ്യുന്നതെന്ന് കാണാനായിട്ടാണ്. അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയായിട്ട്. പുള്ളി അപ്പോൾ അങ്ങനെ ഷോർട്സ് വെക്കുന്നതിൽ അല്ലെങ്കിൽ സജഷൻസ് അങ്ങനത്തെ ഇല്ല അങ്ങനത്തെ ഒരു സാധനം ഇല്ല. പുള്ളി വന്ന് അവിടെ ഇരുന്ന് പുള്ളി എന്താ എല്ലാവരും പുള്ളിക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. പുള്ളി തന്നെ എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത്. എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നതും പുള്ളിയായിരുന്നു. പടം ഇറങ്ങിയിട്ട് ഇങ്ങനെ പടം ഇതാണ് ഭയങ്കര നല്ല അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പടം ഇറങ്ങിയിട്ട് പുള്ളി എന്നെ കോൾ ചെയ്തു വീണ്ടും. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുപോലെ വേറെ എന്ത് വേണമല്ലേ? അടിപൊളി.
ഒരുപാട് കോൾസ് കിട്ടട്ടെ, Oh, thank ഫ്യൂച്ചറിൽ you, ഒരുപാട് thank you. പടങ്ങൾ ചെയ്ത് Thank you. അടിപൊളിയാവട്ടെ. താങ്ക് യു. ഞങ്ങൾക്ക് വീണ്ടും സാമുവലിനെ പറ്റി സംസാരിക്കാനും സാമുവലിന്റെ വർക്ക്സിനെ പറ്റി സംസാരിക്കാനും ഇടവട്ടെ. ഓക്കെ, താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു.